പൂർവജന്മാർജിത കർമ്മം പാപം എന്നാണ് പറഞ്ഞത്. ആ പേഷ്യന്റിന് ബുദ്ധിമുട്ടൊന്നും വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ റേക്കി കൊടുക്കുന്നുണ്ട്. എന്നെ ആ സഡൻ മൊമെന്റിൽ അയാളുടെ തോട്ട് പ്രോസസ്സിനെ ചേഞ്ച് ചെയ്തത്. ആക്ട്രസ് ആയിട്ടുള്ള ലെന അദ്ദേഹം അവര് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. റേക്കി എടുത്ത് നമ്മൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ആ കർമ്മയുടെ ഒരു ഭാഗം ഈ ഹീലറേയും കൂടെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് ഞാൻ കേൾക്കാറുണ്ട്. ആ കോസ്മിക് എനർജി കൃത്യമായിട്ട് റിസീവ് ചെയ്യാൻ. ഈ സ്പിരിച്വാലിറ്റിയിൽ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ദൈവം ഇരിക്കുന്നത്, നമ്മുടെ ഉള്ളിലാണ്. ഇപ്പം നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് തത്വമസി എന്നാണ്. അതായത് നീ എന്താണോ അന്വേഷിക്കുന്നത് നിന്റെ ഉള്ളിലുണ്ട്. നീ ജനിക്കുമ്പോൾ തന്നെ നിന്നെ സൃഷ്ടിച്ച പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിൻ്റെ അംശം, ആ പ്രപഞ്ചത്തിൻ്റെ ശക്തി നിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നു. അത് നീ കണ്ടെത്താൻ ശ്രമിക്കുക എന്ന് പറയും. ഇപ്പം പലപ്പോഴും പറയും, പല ആളുകളും പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയിലെ ആൾക്കാരൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിന്റെ ഉള്ളിൽ തന്നെയാണ് ദൈവം, അതുകൊണ്ട് നീ നിന്നെ തന്നെ സ്നേഹിക്കൂ, നീ നിന്റെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കൂ, നന്മ ചെയ്യൂ. അതിലേക്കൊക്കെ ഉപരിയായിട്ട് നമ്മുടെ ഉള്ളിലെ സ്പിരിച്വൽ എനർജിയെ കണ്ടെത്താനുള്ള ഒരു അന്വേഷണം അത് ഓരോ മനുഷ്യനും നടത്തേണ്ടതാണ്. പക്ഷെ പലപ്പോഴും പല ജന്മങ്ങളിലൂടെയും പോയിട്ട് മനുഷ്യൻ അത് കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥ വരും. അതൊരു കാലം എത്തുമ്പോഴേ അവനത് കണ്ടെത്താൻ പറ്റുള്ളൂ. അത് സന്യാസം എന്ന് വിളിക്കാം, ഗാർഹസ്ഥ്യ സന്യാസം എന്ന് വിളിക്കാം, പല രീതിയിലും. ഇപ്പം നമ്മുടെ ആക്ട്രസ് ആയിട്ടുള്ള ലെന അദ്ദേഹം അവര് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പം 63-ാമത്തെ വയസ്സിലായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. അപ്പോൾ 63-ാമത്തെ വയസ്സ് വരെ മാത്രമേ ഞാൻ ജീവിച്ചിരുന്നുള്ളൂ, അതിനുശേഷം മരണപ്പെട്ടു. ബുദ്ധ സന്യാസിയായിരുന്നു, ധ്യാനത്തിലൂടെ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അവര് വലിയ സെലിബ്രിറ്റി ആയിട്ടും ഒരു ഏജ് കഴിയുമ്പോൾ അവരുടെ ആ ഒരു മുൻ ജന്മത്തിലെ കർമ്മബന്ധങ്ങൾ അവർ റിയലൈസ് ചെയ്യുകയും പുസ്തകങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്തു. അവരെ ഒരുപാട് ആൾക്കാർ പരിഹസിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷെ ഒരുപാട് അപ്രിഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ലെന എന്ന് മാത്രമല്ല അവരെ പോലുള്ള ആളുകളെയൊക്കെ മനസ്സിലാക്കാൻ അതാത് ബോധതലത്തിലുള്ള ആളുകൾക്ക് മാത്രമേ പറ്റൂ. അല്ലാതെ നമ്മൾ എത്ര തന്നെ അവരെ നമുക്ക് ഇങ്ങനെ ഉള്ളം കയ്യിലെടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ധ്യാനത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു തെളിവ്, അല്ലെങ്കിൽ നമ്മൾ ഒരു റിയലൈസേഷൻ, ആ റിയലൈസേഷനെ എനിക്കും കൂടെ കാണിച്ചു തരൂ എന്ന് പറയുമ്പോൾ അയാൾ പോയ വഴികളിലൂടെയല്ല നിങ്ങളും പോകേണ്ടി വരും. അതിൻ്റെ ഒരു കാര്യമുണ്ടല്ലോ. ഞാൻ പറഞ്ഞു വന്നത്, ഈ കാര്യങ്ങളെ പോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ആ ചൈതന്യത്തെ ഈ പ്രപഞ്ചമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഉള്ള എല്ലാ തടസ്സങ്ങളും മാറും എന്നാണ് പറയുക. പക്ഷെ ആ പ്രപഞ്ചത്തായിട്ട് കണക്ട് ചെയ്യാൻ പലപ്പോഴും ആളുകൾക്ക് പറ്റാറില്ല. പക്ഷെ ഈ റേക്കി എനർജി ചെയ്യുന്നത്, ആ മഹാശക്തി നമ്മുടെ ഉള്ളിലെ ആ ചൈതന്യത്തെ തന്നെ വളരെയധികം ബൂസ്റ്റ് ചെയ്യുകയും ആ കണക്ഷൻ കൊണ്ടുവരികയും ചെയ്യുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ? സത്യമാണ്. സത്യമാണ്. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഒരാള്, നിങ്ങൾ എത്ര വീഡിയോ ചെയ്യുന്ന റേക്കി എനർജി ഒന്ന് സെൻഡ് ചെയ്യുന്നതൊന്ന് കാണിച്ചു തരൂ, ഞാൻ എങ്ങനെ ഇവർക്ക് കാണിച്ചു കൊടുക്കാം. കാരണം നമ്മുടെ കൈകളിലൂടെ ഇപ്പൊ ഇങ്ങനെ കൈവച്ച് എന്റെ കയ്യിൽ ആ എനർജി ഫ്ലോ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരു ക്യാമറയ്ക്ക് സെൻസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, കാണാൻ പറ്റിയെന്ന് വരില്ല. കാരണം എല്ലാ എനർജിയും നമ്മൾ കാണുന്നുണ്ടോ? എപ്പോഴെങ്കിലും ഇലക്ട്രിസിറ്റി കണ്ടിട്ടുണ്ടോ? ഇലക്ട്രിസിറ്റി നമ്മൾ വെളിച്ചമായിട്ട് കാണുന്നുണ്ടല്ലോ, അല്ലാണ്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. അത് വെളിച്ചമായിട്ട് കാണുന്നത്. അതേപോലെ അല്ലെങ്കിൽ ഫാന് കറങ്ങുമ്പോൾ നമുക്കറിയാം അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ട്. ഷോക്ക് അടിച്ചാൽ നമുക്കറിയാം ഇലക്ട്രിസിറ്റി ഉണ്ട്, അല്ലേ? അതേപോലെ സെൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും റേക്കി അവിടെ ഉണ്ടെന്ന് മനസ്സിലാവും. പക്ഷെ ഇതിലൊരു കാര്യം എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം, ഈ ഇലക്ട്രിസിറ്റി ആയിക്കോട്ടെ മറ്റു കാര്യങ്ങളായിക്കോട്ടെ, അത് എല്ലാവർക്കും സെൻസ് ചെയ്യാൻ പറ്റും. ഈ ഷോക്ക് എല്ലാവർക്കും അടിക്കും, ഫാന് കറങ്ങുന്നത് എല്ലാവർക്കും കാണാൻ പറ്റും, ലൈറ്റ് എല്ലാവർക്കും കാണാൻ പറ്റും. പക്ഷെ സ്പിരിച്വാലിറ്റിയിലെ അനുഭവങ്ങളും സ്പിരിച്വൽ ബോധ തലത്തിൽ വരുന്ന മാറ്റങ്ങളും നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അത് പക്ഷെ നമുക്ക് എല്ലാവർക്കും അത് പറ്റില്ല. അതൊരു സ്പിരിച്വൽ സോളിന് അത്രയും മെച്യൂരിറ്റി വേണം. അപ്പോഴാണ് ഞാൻ പറയുന്ന കാര്യങ്ങളെ പ്രാർത്ഥന പോലും മനസ്സിലാവുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ ആ തലത്തിലേക്ക് എത്തുമ്പോൾ ആണത് മനസ്സിലാവുക. പക്ഷെ അങ്ങനെ അല്ലാത്ത ആളുകൾ വരുന്ന സമയത്ത്, അതായത് ഇപ്പം വലിയ സ്പിരിച്വലി വലിയ രീതിയിലൊന്നും എത്താത്ത ആളുകൾ വരുമ്പോൾ പോലും അവർക്ക് സ്പിരിച്വൽ ആയിട്ട് ഈ റേക്കി എനർജി അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമല്ലേ? വലിയ കാര്യമാണ്. കാരണം എൻ്റെ അടുത്ത് ഇപ്പോൾ പഠിക്കാൻ വരുമ്പോൾ ഞാൻ ഓരോ ബാച്ചിലും more than 50 സ്റ്റുഡൻസ് ഉണ്ട് എനിക്ക്. ഓരോ ബാച്ചിലും 50 സ്റ്റുഡൻസും 50 തരത്തിലുള്ളതായിരിക്കും. ശരിയല്ലേ? ശരിയാണ്. നല്ല സ്പിരിച്വലി ഈവൻ റേക്കി പഠിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ട്, വേറെ ഗുരുക്കന്മാരുടെ നിന്ന് പഠിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ട്. 22 വർഷവും 30 വർഷവും മെഡിറ്റേഷൻ ചെയ്തിട്ട് വന്ന ആൾക്കാരുണ്ട്. 22 വർഷം മുന്നേ റേക്കി പഠിച്ചിട്ട് വന്ന സ്റ്റുഡൻസ് എൻ്റെ അടുത്തുണ്ട്.
ഏജ് 13 വയസ്സുള്ള കുട്ടി തൊട്ടിട്ട് 80 വയസ്സുള്ള ആൾക്കാരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം പല തരമാണ്. പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇതുപോലെ ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സുമാരുണ്ട്, പല 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 സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പല ജീവിത രീതിയിലുള്ള ആൾക്കാരുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഇത് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും താഴെ നിലയിലുള്ള, അതായത് ഒന്നും അറിയാത്ത ഒരാൾക്ക് നമ്മൾ എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അതായത് ഒരു കുട്ടി ആദ്യമായിട്ട് ഒരു സ്കൂളിൽ പോവാണ്, അവനൊന്നും അറിയില്ല, അവിടെ എന്താ നടക്കാൻ പോണേ, എന്തിനാ അമ്മ എന്നെ ഇവിടെ കൊണ്ടാക്കിയെന്ന് വരെ ചോദിക്കുന്ന മക്കളുണ്ട്. ഈവൻ നമ്മളടക്കം കരഞ്ഞിട്ടുണ്ടാവും. അവിടുന്ന് അക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന പോലെ ആദ്യമായിട്ട് അക്ഷരം എങ്ങനെയാണോ നമ്മൾ പഠിപ്പിക്കുന്നത്, അതേപോലെയാണ് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത്. കാരണം അങ്ങനെ ബേസിന്ന് തുടങ്ങിയാൽ പിന്നെ പാർത്ഥൻ ചോദിച്ചതുപോലെ യൂണിവേഴ്സിനടുത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, റേക്കി എടുത്ത് നമ്മൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നമുക്ക് ആ ഹയർ സെൽഫിലോട്ട് എത്താൻ ഇനി എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ആ ഗൈഡൻസിന് എങ്ങനെയാണ് നമ്മൾ ഡീകോഡ് ചെയ്യുന്നത്, ഇതെല്ലാം ഫസ്റ്റ് ലെവൽ തൊട്ടേ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ തുടക്കത്തിൽ തന്നെ നിങ്ങളിങ്ങനെ കണ്ണടച്ചിരുന്ന് ഇങ്ങനെ ധ്യാനിക്കും, ദേ നിങ്ങൾക്ക് കിട്ടിയില്ലേ എന്ന് ചോദിച്ചാൽ അവർക്കൊന്നും മനസ്സിലാവില്ല. പക്ഷേ ഞാൻ ഈ അടുത്ത് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോയിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള അവതാരകൻ ചോദിക്കുന്നുണ്ട്, റേക്കിയായി ബന്ധപ്പെട്ട് എനിക്ക് എന്തെങ്കിലും ഒരു അനുഭവം തരാൻ പറ്റുമോ അല്ലെങ്കിൽ കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അത് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ അങ്ങെന്തോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ അവതാരകൻ പിന്നെ ഭയങ്കരമായിട്ട് റെസ്ലെസ് ആവുന്നു, അല്ലെങ്കിൽ എന്തോ ഒരു അനുഭവം ഉള്ളതുപോലെ തോന്നുന്നു, മതി നിർത്തു എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ കണ്ടു. അത് സത്യത്തിൽ അതായത് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ആ എനർജിയെ ഒരാളിലേക്ക് പ്രവേശിപ്പിക്കാനും അയാൾക്കത് കാണിച്ചു കൊടുക്കാനും പറ്റും എന്ന് തന്നെയല്ലേ അപ്പം നമ്മൾ അവിടെ വിശ്വസിക്കേണ്ടത്? രസകരമായ മറ്റൊരു അനുഭവം ഞാൻ പറയാം. അതായത് രണ്ടുപേരും തമ്മിൽ വഴക്കുകൂടാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മറ്റൊരാളെ ഏതെങ്കിലും രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ആ രീതിയിൽ വരികയെന്നിരിക്കാം. നല്ല പ്രാക്ടീസ് ഉള്ളൊരു റേക്കി ഹീലർക്ക് ആ സഡൻ മൊമെന്റിൽ അയാളുടെ തോട്ട് പ്രോസസ്സിനെ ചേഞ്ച് ചെയ്ത് കളയാൻ പറ്റും. യെസ്. അതായത് അവർ എന്താണോ ചിന്തിക്കേണ്ടത് അത് ആ ഹീലർ ചിന്തിക്കുകയും ആ എനർജി അവരുടെ ആജ്ഞാചക്രത്തിലേക്ക് നമ്മൾ സഡനായിട്ട് കൊടുക്കുകയാണേ. അത് പക്ഷേ ഒരു ഫസ്റ്റ് ലെവൽ പഠിച്ച ഒരാൾക്കെന്നല്ല, ഒരു തേർഡൊക്കെ എടുത്ത ആളുകൾക്ക് പോസിബിളാണ്. അതായത് നമുക്ക് അത്രയും ഹൈ എനർജിയാണ് ആ സമയത്ത് സഡനായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അടിക്കാൻ വരുന്നവൻ വേണ്ട എന്നങ്ങ് പോയേക്കാം എന്ന രീതിയിൽ അങ്ങ് പോകും. അതായത് സഡനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും, തോട്ട് പ്രോസസ്സിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരാൾക്ക് റേക്കി, ഇപ്പം നമ്മൾ നോർത്തിലൊക്കെ പല ഹോസ്പിറ്റൽസിലും റേക്കി ഹീലേഴ്സ് ഉണ്ട്. അതായത് നടക്കുന്ന സർജറി സക്സസ് ആവാൻ വേണ്ടിയിട്ട് ആ പേഷ്യൻറ്റിന് ബുദ്ധിമുട്ടൊന്നും വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ റേക്കി കൊടുക്കുന്നുണ്ട്. എന്നെ എത്ര ആൾ വിളിക്കുന്നുണ്ടെന്ന് അറിയോ? ഒരു സർജറി നടക്കുന്ന സമയത്ത് ഇപ്പോൾ 2-3 ദിവസം മുന്നേയും കൂടെ തൈറോയിഡ് ഗ്ലാൻഡ് റിമൂവ് ചെയ്യുന്ന സമയത്ത് ആൾക്ക് ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഹീലിംഗ് കൊടുത്തിട്ടുണ്ട്. സർജറി ചെയ്യുമ്പോൾ ആ സമയത്തേക്ക് പ്രോഗ്രാം ചെയ്ത് നമ്മളങ്ങ് കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ സർജറി സക്സസ് ആണ്, ആൾക്കൊരു കുഴപ്പമില്ല. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ചില ശാസ്ത്രവാദികൾ നമ്മളെ അലക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഹീൽ ചെയ്തങ്ങ് മാറ്റിയാൽ പോരെ, എന്തിനാണ് സർജറി എന്ന് ചോദിക്കും. എന്നെ അലക്കിന് കണക്കൊന്നുമില്ല. കാരണം ഓരോ ഇന്റർവ്യൂ കൊടുക്കുമ്പോഴോ ചിലര് പറയും, നിങ്ങൾ ഇത്രയും കഴിവുണ്ടെങ്കിൽ പിന്നെ ആ ക്യാൻസർ സെന്ററിലോട്ടൊന്ന് ചെല്ല്, അവിടെയുള്ള എല്ലാരും ഒന്ന് രക്ഷപ്പെടുത്ത്. ഞാൻ റേക്കി പഠിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ട് വരൂ, എല്ലാരും ഇവിടെ വരൂ, ഞാൻ എല്ലാരും രക്ഷപ്പെടുത്തി തരാം എന്ന് പറയാനുള്ള പെർമിഷൻ ഒന്നും നമുക്കില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു ചാനലാണ്. ഈ റേക്കി കിട്ടുക എന്ന് പറയുന്നത് ഒരു നിയോഗമാണ്. ഹീലിംഗ് കിട്ടുക എന്ന് പറയുന്നത് അത് അവർക്ക് കിട്ടിയ ബ്ലെസ്സിങ്ങാ. അതിന് അർഹതയുള്ള ആളുകൾ മാത്രമേ നമ്മളടുത്ത് എത്തുള്ളൂ. അതിന് അർഹതയുള്ള ആളുകൾ തന്നെയാണ് നമ്മളടുത്ത് വന്നിട്ട് ഹീലായിട്ട് തിരിച്ചു പോകുന്നത്. പൂർവജന്മാർജിത കർമ്മം പാപം എന്നാണ് പറയുന്നത്. ഈ ജന്മത്തിൽ പൂർവ്വജന്മാർജിത കർമ്മങ്ങളാണ് ഈ ജന്മത്തിൽ പാപങ്ങളായിട്ട് ദുരിതങ്ങളായിട്ടും വരുന്നത് എന്നുള്ളതാണ്. പൂർവ്വജന്മ പാപങ്ങൾ നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. ആ ബുദ്ധിമുട്ടിക്കുന്ന കർമ്മങ്ങളെ നമ്മൾ ഹീൽ ചെയ്യാണ് ചെയ്യുന്നത്. ആ ഹീൽ ചെയ്യുന്ന സമയത്ത് അത് ഒരു ഹീലർ വളരെ
ടാസ്ക് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഹീലറെ സംബന്ധിച്ചിടത്തോളം അതാരും ചിന്തിക്കാത്തൊരു കാര്യമാണ്. എനിക്കൊരു അസുഖമുണ്ട് മാറ്റിത്തരുമെന്ന് പറയുമ്പോൾ ആ അസുഖം എന്തുകൊണ്ട് വന്നു? കർമ്മ കൊണ്ട് വന്നു. ഏത് കർമ്മ കൊണ്ട് വന്നു? ചിലപ്പോൾ മുൻകാലം കർമ്മ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഈ ജന്മ കർമ്മ കൊണ്ടായിരിക്കാം, ചിലപ്പം നിരന്തരമായി ഈ ഫാസ്റ്റ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് വയറിന് എന്തെങ്കിലും ഗുരുതരമായ അസുഖം വന്നു. അതവൻ്റെ കർമ്മയാണ്, അതവൻ അനുഭവിക്കണം. ആ കർമ്മയെ മാറ്റുമ്പോൾ കർമ്മ നിയമങ്ങളാണ് ബുദ്ധിമുട്ടാവുന്നത്. ആ കർമ്മ നിയമങ്ങളെ മാറ്റി അവനെ പശ്ചാത്തലപ്പിച്ച് അവനെ ഇതിൽ നിന്ന് മാറ്റി കൊണ്ടുവന്ന് ഇനി നിങ്ങളിത് ചെയ്യരുത്, ഈ അസുഖം മാറാൻ വേണ്ടി സഹായിക്കാമെന്ന് പറഞ്ഞ് കൊണ്ട് ചെയ്യുമ്പോഴും ആ കർമ്മയുടെ ഒരു ഭാഗം ഈ ഹീലറേയും കൂടെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് ഞാൻ കേൾക്കാറുണ്ട്. അപ്പൊ അതിനെ പ്രതിവിധിയായിട്ട് എന്താ ചെയ്യാറ്? ഞാനൊരു സത്യം പറഞ്ഞ എനിക്ക് അങ്ങനെ ഒന്നും ബാധിച്ചിട്ടില്ല. എനിക്കൊന്നും ബാധിച്ചിട്ടില്ല. അല്ല, അതിനെ ബാധിച്ചിട്ടില്ല. പക്ഷെ അതിന് പലർക്കും പേടിയാണ് റേക്കി ചെയ്യാൻ. പലർക്കും പേടിയാണ് എന്നുവെച്ചാല് ഇവരിൽ നിന്ന് എടുക്കുന്ന ആ നെഗറ്റിവിറ്റി എങ്ങോട്ടാ മാം പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിനെ എങ്ങോട്ടാ പോണേ മനസ്സിലാക്കാം. എനർജിക്ക് എൻഡില്ല, ഫുൾ സ്റ്റോപ്പ് ഇല്ല. അതിന്റെ ഫോമാണ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അല്ലേ? ശരിയാണ്. പക്ഷെ അല്ല, ശരിയാണ്, അതിന്റെ ഫോം ചേഞ്ച് ചെയ്ത് അങ്ങ് ഇട്ടാൽ മതിയില്ലേ? അത് ശരിയാണ്. പക്ഷെ ആ എനർജിയെ ഫോം ചെയ്ത് നമ്മളിലേക്ക് എത്താതെ മാറ്റാനുള്ള ടെക്നിക് ഉണ്ട്. അതാണ് ടെക്നിക് ഉണ്ട്. അതൊരു ഗുരു കൃത്യമായിട്ട് തന്റെ ശിഷ്യനിലേക്ക് പകർന്നു കൊടുക്കണം. അല്ലാതെ ഇതെടുത്ത് കളിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ട് വരും. പിന്നെ ചില ആള് മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് റേക്കി പഠിച്ചത് കൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് വരും, പിന്നെ അനാവശ്യമായിട്ട് പണം വാങ്ങിക്കുക, അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഏറ്റവും എല്ലാ വാതിലും മുട്ടി തുറക്കാനായിട്ടായിരിക്കും നമ്മളെപ്പോലുള്ള ആൾക്കാരെടുത്ത് വരുന്നുണ്ടാവുക. ഒരിക്കലും നമ്മുടെ കയ്യിൽ വന്ന സിദ്ധി വെച്ചിട്ട് അതൊരു ബിസിനസ് ആക്കുക അല്ലെങ്കിൽ അനാവശ്യമായിട്ട് പൈസ ഉണ്ടാക്കുക. ഇപ്പൊ ഈ അടുത്ത് എൻ്റെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ബുക്കിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ക്രമത്തിൽ ഓരോരുത്തരെയും വിളിക്കുള്ളൂ. ചില ആൾ വിളിച്ചാൽ അവർ പറയും 4 മാസം മുന്നേ ഞങ്ങൾ വിളിച്ചല്ലേ, ഞങ്ങൾ വേറെ ഹീലറിൻ്റെ അടുത്ത് എടുത്തു. ആയിക്കോട്ടെ, അവർക്ക് ആ ഹീലറെ കണക്ട് ചെയ്യാനാണ് യൂണിവേഴ്സ് വിധിച്ചിട്ടുള്ളത്. എനിക്കൊന്നും തോന്നാറില്ല. അവർ ചില ആൾ വിളിച്ചിരിക്കും, ഇപ്പോഴാ വിളിക്കണേ, എപ്പോ വിളിച്ചതാ എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. കുഴപ്പമില്ല, ഞാൻ നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണക്റ്റ് ആയിട്ട് കിട്ടും, അത്രയേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്തു, കൃത്യമായിട്ട് നമ്മൾ ഹീൽ ചെയ്തു, അവർ സുഖമായിട്ട് അങ്ങ് പോകുന്നു. ഓക്കെ, പക്ഷെ ഇതിന്റെ പിന്നിലുള്ള കാര്യം യൂണിവേഴ്സ് ഇവർക്കൊരു ടൈം കൊടുത്തിട്ടുണ്ട്. ആ ടൈമിനെ ഒരു ഹീലറുടെ അടുത്ത് ഇവർ കണക്ട് ആവുള്ളൂ. അതായത് റേക്കി ഒരു മനുഷ്യനിൽ കണക്ട് ആവാൻ ഒരു ടൈമുണ്ട്, ഒരു നിയോഗമുണ്ട്, അവന് അതിനുള്ള അർഹത ഉണ്ടാവും. ഒരു റേക്കി ഒരാൾ പഠിക്കണമെങ്കിൽ അതിന് റേക്കി തന്നെ വിചാരിക്കണം. ഒരു ഗുരു ആണെങ്കിലും എല്ലാം റേക്കി വിചാരിക്കണം. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കർമ്മ ഏകദേശം എൻ്റെ ആകുന്ന സമയത്തായിരിക്കാം മേ ബി നമ്മൾ റേക്കിയുമായിട്ട് കണക്ട് ആവുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ക്യാൻസർ പേഷ്യൻസ്, ഒരുപാട് പേഷ്യൻസ് ഉള്ള സ്ഥലങ്ങളുണ്ട്, ക്യാൻസർ വാർഡുകളുണ്ട്. അവിടെയൊക്കെ പോയിട്ട് ഒരു ഹീലറെ സംബന്ധിച്ച് നിങ്ങൾ അവിടേക്ക് പോകുമെന്ന് പറഞ്ഞ് കമൻ്റ് ഇടാൻ ആൾക്കാർക്ക് പറ്റും. പക്ഷേ ഒരു ഹീലറെ ഞാൻ മുൻകൈ എടുത്ത് ക്യാൻസർ പേഷ്യൻറ്റിനുള്ള വാർഡുകളിലേക്ക് ഞാൻ എത്തിക്കാം, ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ ഞാൻ വാങ്ങിത്തരാം, ഹോസ്പിറ്റൽ പെർമിഷൻ ഞാൻ വാങ്ങിത്തരാം, പിന്നെ എന്താണ് നിങ്ങൾ ഇവിടെ വന്ന് ഈ റേക്കി ഹീലിംഗ് ചെയ്യൂ എന്ന് പറയുമ്പോൾ അത് പറയാനുള്ള മെൻറ്റാലിറ്റി ഒന്നും ആരും കാണിക്കില്ല. നമ്മൾ സ്വയം എന്ത് ചെയ്യണം, നമ്മളിത് കാണിക്കാൻ വേണ്ടി പോകണം. അങ്ങനെ അതിൻ്റെ ആവശ്യം ഒരാൾക്കില്ല. ഒന്ന്. രണ്ടാമത്തത് റേക്കി ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ദക്ഷിണ വാങ്ങിക്കുന്നതിനെ പറ്റി പലരും പറയാറുണ്ട്. നമ്മൾ ചെയ്യുന്നത് ഒരു ജോലിയാണ്. ആ ജോലിയുടെ ഭാഗമായിട്ട് വരുന്ന കർമ്മഫലത്തെ നമ്മൾ മഹാലക്ഷ്മിയെ വെച്ച് മാറ്റുക എന്നുള്ളൊരു കാര്യം കൂടെയുണ്ട്. അപ്പൊ ആ ഒരു രണ്ടും കൂടി കണക്ട് ചെയ്തുകൊണ്ടെന്ന് പറയാം. അതായത് ഇപ്പം അങ്ങയോട് ഇപ്പോൾ ഒരാൾ പറയുകയാണ്, ഈ ഇത്രയും ക്യാൻസർ വാർഡുകൾ ഇവിടെ ഇല്ലേ, നിങ്ങൾക്ക് പോയിട്ട് ട്രീറ്റ് ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും റേക്കി പഠിച്ച ഒരാൾ ഒരിക്കലും അങ്ങോട്ട് പോയിട്ട് ഒരു ഹീലിംഗ് ചെയ്തു കൊടുക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാല് നമ്മൾ നോർമലി ഒരു മരുന്ന് കൊടുത്തിട്ടോ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു ആയുർവേദത്തിൽ പറഞ്ഞ പോലെ ചില ഇലകളോ പൂക്കളോ കൊടുത്തിട്ടല്ല നമ്മൾ മാറ്റുന്നത്. ഒരു എനർജി വെച്ചിട്ട്, ഒരു ഊർജത്തെ കൊടുത്തിട്ടാണ്. ആ ഊർജം നമ്മൾ കോസ്മിക് എനർജീനെ നമ്മൾ കൈകളിലേക്ക് വിളിച്ച് നമ്മളൊരു മാധ്യമമായി എന്നിലൂടെയാണ് അത് വേറൊരാളിലേക്ക് എത്തുന്നത്. അവൻ അത് സ്വീകരിക്കാൻ അർഹനാണോ ആലോചിച്ച് നോക്കണം. ഒരിക്കലും ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനോടൊക്കെ പറയും,
നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഒരിക്കലും ഞാൻ ഹീൽ ചെയ്ത് തരട്ടെ എന്ന് ചോദിക്കാൻ പാടില്ല. അവൻ അതിന് അർഹനാണെങ്കിൽ യൂണിവേഴ്സ് തന്നെ ആ ആളെ നമ്മുടെ മുമ്പിലേക്ക് കണക്ട് ചെയ്ത് തരും. ചോദിച്ച് വാങ്ങരുത് ഒരു ഹീലിങ്ങും. അത് നമ്മൾ നിങ്ങളുടെ കർമ്മം ഞാൻ എടുത്തോളാം എന്ന് പറയുന്നതിന് തുല്യമാണ്. ഈ എല്ലാം പഠിച്ചിട്ടുള്ള, അതായത് MBBS BAMS BHMS BSMS എന്തോ പഠിച്ചിട്ടുള്ള ഡോക്ടർ ആവട്ടെ, ഈ ഡോക്ടർ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ രോഗികൾ കിടക്കുന്നിടത്തേക്ക് കയറി ചെന്ന് ഞാൻ നിങ്ങളെ ചികിത്സിക്കാം, അല്ലെങ്കിൽ എല്ലാ വീടുകളിലും കയറി ചെന്ന് ഞാൻ നിങ്ങളെ ചികിത്സിക്കാം എന്നും പറഞ്ഞു പോകുന്നുണ്ടോ? ഡോക്ടറുടെ അടുത്തേക്ക് ആളുകൾ പോകുമ്പോഴാണ് അവർ പോകുന്നത്, അല്ലെങ്കിൽ സർക്കാർ അതിനൊരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് അവരതിന് പോകുന്നത്. ഇപ്പം ക്യാൻസർ സെന്ററുകളിൽ കിടക്കുന്ന രോഗികളെ, അതിൽ പല രോഗികളും ഒരുപക്ഷെ അങ്ങയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടാവാം വേറെ വഴിക്ക്, അവരെ ഹീൽ ചെയ്തിട്ടുണ്ടാവാം, അവർക്ക് മാറിയിട്ടുണ്ടാവാം. പക്ഷെ നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ നമുക്കുള്ള പരിമിതി എന്ന് പറയുന്നത്, നമ്മൾ അങ്ങോട്ട് തേടിച്ചെന്ന് ഒരാളുടെയും അസുഖം മാറ്റാമെന്ന് പറഞ്ഞാൽ നടക്കേണ്ടതില്ല. പ്രത്യേകിച്ച് അതിന് കർമ്മ നിയമങ്ങളുണ്ട്, അതിനുള്ള അർഹതയുണ്ടോ എന്നുള്ളത് നോക്കണം. ഇതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും. അത് മാത്രല്ല, നമ്മളൊരു എനർജി എക്സ്ചേഞ്ച് വാങ്ങിച്ചിരിക്കണം റേക്കി ചെയ്യുന്ന സമയത്ത്. എനർജി എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ അത് എന്തും ആവാം. പണം തന്നെ വേണമെന്നില്ല. ഒരാളുടെ അധ്വാനത്തിന്റെ ഫലം അവിടെ ഒരു കർമ്മയാണ്. അധ്വാനം എന്ന് പറഞ്ഞ ഒരു കർമ്മയാണ്. അതിന്റെ ഫലത്തെ നമ്മൾ സ്വീകരിച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് റേക്കി എന്ന് പറഞ്ഞത്. എപ്പോഴും പോസിറ്റീവിനെ സ്വീകരിക്കുക, പോസിറ്റീവ് കൊടുക്കുക. അപ്പൊ ചില ആൾ പറയും, എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ഞാൻ എങ്ങനെ പൈസ ചോദിക്കും? ഞാൻ പറയും, ഒരു സ്വീറ്റ്സ് എന്തെങ്കിലും വാങ്ങിത്തരാൻ പറയാം. എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു എനർജി എക്സ്ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഹീലിംഗ് കൊടുക്കുക. പക്ഷെ അതിനൊരിക്കലും വില കുറച്ച് കാണാതിരിക്കുക. ചിലർ പറയും, 1 രൂപ വാങ്ങിയാൽ മതിയോ? ഭിക്ഷക്കാര് പോലും ഇപ്പൊ 1 രൂപ വാങ്ങിക്കണില്ല. അപ്പൊ അത്രയും വലിയൊരു കോസ്മിക് എനർജീനെ 1 രൂപയ്ക്കാണോ നമ്മൾ കൊടുക്കേണ്ടത്? അല്ല. നമ്മൾ എടുക്കുന്ന സമയം, ഈ ലോകത്തിൽ എന്ത് സാധനം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും? എന്തും. നല്ല പൈസ ഉണ്ടെങ്കിൽ നല്ല ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മുടെ ആരോഗ്യത്തെ തിരിച്ചെടുക്കാം, അല്ലേ? നല്ല ഭക്ഷണം നമുക്ക് വാങ്ങിക്കാം, വസ്ത്രത്തെ തിരിച്ചെടുക്കാം, ജോലിയിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിവുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കയറാൻ പറ്റും. നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ ടാലന്റ്, ഇവയെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. സമയത്തെ മാത്രം തിരിച്ചു പിടിക്കാൻ പറ്റില്ല. ആ സമയത്തിനൊരു മൂല്യമുണ്ട്. ആ മൂല്യമാണ് ഒരു ഹീലർ അവരുടെ അടുത്ത് നിന്ന് വാങ്ങിക്കണം. അതിൻ്റെ ഒരു പങ്ക്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളൊരു ബിസിനസ് ആക്കരുത്. ഒരു ഹീലർ ഒരിക്കലും ഇത്രയധികം വാങ്ങിക്കാം, ഇത്രയും ചെയ്യാം എന്ന് വിചാരിച്ച് ചെയ്യരുത്. ഇപ്പോൾ നമ്മളൊരു എല്ലാം തകർന്നു നിൽക്കുന്ന ഒരാൾ, ഒരുപാട് ബിസിനസ് ചെയ്തു, വിദേശത്ത് പോയി, വിഷത്തേച്ച് വന്നു. ഇനി വിദേശത്ത് പോയില്ലെങ്കിൽ കൂടി നമ്മൾ ഇവിടെ നിന്ന് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ബിസിനസ് മാത്രമല്ല, പല ജോലികളും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് സമയത്തൊരു വീടുണ്ടാക്കാനോ, ബേസിക് ആയിട്ട് ഒരു സാധാരണ മനുഷ്യൻ ജീവിക്കുന്ന പോലെ ഒരു വീട്, ഒരു കാറ്, ഒരു കുടുംബം, ഒരു ചെറിയ സമ്പാദ്യം, ഇതൊക്കെയാണല്ലോ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചുള്ള ഇത് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് അതുപോലും പറ്റാതെ നിൽക്കുന്ന ഒട്ടനവധി മനുഷ്യരുണ്ട് ഈ നാട്ടിൽ. അങ്ങനെയുള്ള മനുഷ്യൻ EMI-കൾ അടച്ച്, എന്താ പറയാ, EMI-ൽ ജീവിക്കുന്ന മനുഷ്യന്മാരാ, ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ആൾക്ക് നമ്മളിലേക്ക് എത്തുമ്പോൾ ആ ഒരു ബ്ലോക്കുകളാണ്, കംപ്ലീറ്റ് ബ്ലോക്കാണ്. ഇപ്പം പണത്തിന് ബ്ലോക്കാണ്, റിലേഷൻഷിപ്പ് ഇഷ്യൂ വരുന്നു, അത് ബ്ലോക്ക് ആവുന്നു. നമ്മൾ ഏതെങ്കിലും ഒരു ജോലിക്ക് ശ്രമിക്കുന്നു, ബ്ലോക്ക് ആവുന്നു. സ്ഥാപനത്തിൽ ഭയങ്കര ഇറിറ്റേഷൻ വരുന്നു, ആ പ്രശ്നങ്ങൾ വരുന്നു. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് റേക്കി ഹീലറെ നമ്മൾ ബന്ധപ്പെടുകയാണ്, അങ്ങേ ബന്ധപ്പെടുകയാണ്. അങ്ങനെ ബന്ധപ്പെടുന്ന സമയത്ത് അവർക്ക് അവരുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും തരത്തിൽ ഉള്ള ഒരു കാര്യം നമുക്ക് റേക്കിയിലൂടെ ചെയ്തു കൊടുക്കാൻ പറ്റും. പറ്റും. എന്ത് ചെയ്യാൻ പറ്റും? കാരണം എന്താ വെച്ചാൽ, നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന 100% ഇഷ്യൂസ്, അങ്ങനെ തന്നെ പറയും. ഇപ്പം 99 എന്ന് പറഞ്ഞാൽ താഴെ കമന്റ് വരും, ബാക്കി പോയിന്റ് എവിടെ പോയി. അതുകൊണ്ട് 100% പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ ചക്രാസിൽ ഉണ്ടാകുന്ന ബ്ലോക്കാണ്. ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ക്ലാസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ചക്രാസിൽ, അതായത് എനർജി സെൻറ്റേഴ്സ്, ഇതിലുണ്ടാകുന്ന തടസ്സമാണ് നമ്മളിൽ പലർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ മൂലകാരണം എന്ന് പറയുന്നത്. അതായത് ഈ എനർജി സെൻറ്റേഴ്സിലേക്ക് കൃത്യമായിട്ട് കോസ്മിക് എനർജി ഫ്ലോ ചെയ്യുന്നില്ല. ഓരോ എനർജി സെൻറ്റേഴ്സിനും അതിന് തത്തുല്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അത് ബ്ലോക്കായി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ, ഈവൻ സ്പിരിച്വൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പം ആ ബ്ലോക്കിന് നമ്മളെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ മേൽ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം അവിടെ ക്ലിയർ ആവും. ഇത് ഈസി ആയിട്ട് നമുക്ക് റേക്കിയിലൂടെ മാറ്റാൻ പറ്റും. എനിക്ക് തോന്നുന്നു
7 ആധാര ചക്രങ്ങളെ കുറിച്ചാണ് അങ്ങ് പറഞ്ഞത്. ഈ 7 ആധാര ചക്രങ്ങളിലെ ബ്ലോക്കുകളാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസം സൃഷ്ടിക്കുന്നത്. അതിന്റെ ആ ഒരു എനർജി ഫ്ലോയിൽ വരുന്ന വ്യത്യാസങ്ങൾ. അപ്പൊ അതിനെ നമുക്ക് റേക്കി വെച്ചിട്ട് ഹീൽ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഹീൽ ചെയ്യുമ്പോൾ അവർക്ക് ആ ഇൻസ്റ്റന്റ് ഞാൻ പറയുന്നത് 2 ദിവസം കൊണ്ടല്ല, ആ ഒരു ഹീലിംഗ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും ആ മാറ്റം വന്ന് ജീവിതം തന്നെ മാറിയ ആളുകൾ അങ്ങയുടെ അനുഭവത്തിലുള്ള അത്തരം ക്ലയൻസ് ഉണ്ടോ? ക്ലയൻസിനെക്കാളുപരി എൻ്റെ സ്റ്റുഡൻസ് ഒരുപാട് പേര്. ഇപ്പം ഈ ഒരു 1.5 ഇയറിൽ ഞാൻ ഏകദേശം 350 സ്റ്റുഡൻസിന് എനിക്ക് ഫസ്റ്റ് ലെവലിൽ മാത്രം ദീക്ഷ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 180 സ്റ്റുഡൻസ് സെക്കൻഡ് ലെവൽ കൊടുത്തിട്ടുണ്ട്. 30 സ്റ്റുഡൻസിൻ്റെ അടുത്ത് തേർഡ് ലെവൽ കൊടുത്തിട്ടുണ്ട്. മോർ ദാൻ 400 സ്റ്റുഡൻസ് മണിയിലേക്ക് ദീക്ഷ കൊടുത്തിട്ടുണ്ട്. ഇവരിലുണ്ടാകുന്ന മാറ്റം എന്താ വെച്ചാൽ, ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, ഇവിടെ മാജിക്കോ മിറാക്കിളോ ഒന്നുമല്ല. ആ കോസ്മിക് എനർജി നിങ്ങൾ കൃത്യമായിട്ട് റിസീവ് ചെയ്താൽ മതി. സാധന ചെയ്യുക, റേക്കി സാധന, സെൽഫ് ഹീലിംഗ് എന്ന് പറയും. ആ സെൽഫ് ഹീലിംഗ് ചെയ്യാൻ പലർക്കും അറിയില്ല, അല്ലെങ്കിൽ ഒരു ഗുരു കൃത്യമായിട്ട് അതിനെ പഠിപ്പിക്കുന്നില്ല. പലരും പറയും ഓരോ പോയിന്റ്സ് നമ്മൾ കൈവച്ചങ്ങ് പോകുന്നു. ഈ വെക്കണ പോയിന്റ്സിൻ്റെ പിന്നിലൊക്കെ പല അർത്ഥമുണ്ട്. എന്തിനാ നമ്മൾ കൈവയ്ക്കുന്നതെന്ന് അവർക്കറിയില്ല. അതിനെ മനസ്സിലാക്കി കൃത്യമായിട്ട് ശ്രദ്ധയോടെ വിഷ്വലൈസേഷനിലൂടെ അഫർമേഷൻസ് പറഞ്ഞുകൊണ്ട് നമ്മൾ ഹീൽ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള എനർജിയിൽ വ്യത്യാസം വരികയും ആ ബ്ലോക്ക് റിലീസാവുകയും കൃത്യമായിട്ട് കോസ്മിക് എനർജി ആ പോയിന്റിലേക്ക് ഫ്ലോ ചെയ്യുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഇഷ്യൂസ് റിലീസാവും. അപ്പം നമ്മൾ ഡെയിലി സാധന ചെയ്യുന്ന ഒരാൾക്ക് നല്ല മാറ്റം അവരുടെ ലൈഫിലുണ്ടാവും. മനുഷ്യന്റെ പ്രയാസങ്ങളിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് സാമ്പത്തിക പ്രയാസം. ഹൈന്ദവർ അതിനെ മഹാലക്ഷ്മി എന്ന്, മറ്റു പല ആൾക്കാർ പല എനർജികളായിട്ടും അതിനെ കാണുന്നു. സമ്പത്ത് വരിക എന്നത്, അല്ലെങ്കിൽ ധനം വരിക എന്നതിൽ ഏറ്റവും പ്രധാനമാണ് മണി റേക്കി എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഈ മണി റേക്കി? ഈ മണി റേക്കി ആർക്കൊക്കെ ചെയ്യാൻ പറ്റും? അത് എങ്ങനെയാണ് ചെയ്യുക? മണി റേക്കി എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിലെ പലതരത്തിലുള്ള എനർജി ഉണ്ട്, അറിയാലോ. അതിലൊന്നാണ് സ്പിരിച്വൽ മണി എനർജി, ഐശ്വര്യത്തിന്റെ ഊർജം. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഐശ്വര്യത്തിന്റെ ഒരു എനർജി ഉണ്ട്. ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ 2 സ്ഥലങ്ങളാണ്. ഒന്ന് ബാംഗ്ലൂരും ഒന്ന് വയനാടും. രണ്ട് സ്റ്റേറ്റ് ആണെന്നേ ഉള്ളൂ. വയനാട്ടിലുള്ള ലിവിങ് മീൻസ് ആ ഒരു സിറ്റുവേഷൻ ആണോ ബാംഗ്ലൂരുള്ളത്? അല്ല. രണ്ട് അടുത്തടുത്ത സ്റ്റേറ്റിലുള്ളതാണെന്ന് മാത്രം. കേരളത്തെയും കർണാടകത്തെയും തന്നെ എടുത്താൽ മതി. മണി വാല്യൂ ഡിഫറെൻ്റ് ആണ്. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ, ഓരോ സ്ഥലത്തിനും ഐശ്വര്യത്തിന്റെ എനർജി ഡിഫറെൻ്റ് ആണ്. ഓരോ സ്ഥലത്തിനും. അതേപോലെ തന്നെ ഓരോ വ്യക്തികളിലും സ്ഥലത്തിന്റെ മണി എനർജി നമ്മൾ ട്രൈബൽ മണി എനർജി എന്ന് പറയും. വ്യക്തികളിൽ ഉണ്ടാകുന്ന മണി എനർജി ഡിഫറെൻ്റ് ആണ്. ഒരേ അച്ഛൻ്റെ അമ്മയുടെയും മക്കൾ, ഇപ്പൊ 3 പേരുണ്ട്. 3 പേരും വളർന്നു വരുന്നത് ഒരേ സാഹചര്യത്തിലായിരിക്കും. അവൻ വളർന്ന് വലുതായി അവൻ സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന സമയത്ത് 3 ആളുടെ സാലറി ഒരുപോലെയാണോ? അല്ല. 3 ആളുടെ ലൈഫ് സ്റ്റൈൽ ഒരുപോലെയാണോ? അല്ല. പേഴ്സണൽ മണി എനർജി ഡിഫറെൻ്റ് ആണ്. അതായത് ഓരോ വ്യക്തികളിലും സമ്പത്തിന്റെ എനർജി ഡിഫറെൻ്റ് ആണ്. സോ ഇവിടെയുള്ള ആ ഒരു സ്പിരിച്വൽ മണി എനർജി നമ്മുടെ ഉള്ളിൽ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രൈബൽ മണി എനർജിയെയും പേഴ്സണൽ മണി എനർജിയെയും ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. നമ്മൾ ഈ കോസ്മിക് എനർജി വെച്ച് അസുഖങ്ങൾ മാറ്റുന്നു. ഇപ്പൊ റേക്കി നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ സ്പിരിച്വൽ എനർജി വെച്ച്, സ്പിരിച്വൽ മണി എനർജി വെച്ചിട്ട് ഒരാളുടെ സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം അവരുടെ കരിയറിൽ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അവരുടെ ബിസിനസ് നമുക്ക് നന്നാക്കി കൊണ്ടുവരാൻ പറ്റും. ഇൻക്രിമെന്റ്, സാലറിയിലൊക്കെ ഇൻക്രിമെന്റ്, ഈവൻ പ്രൊമോഷൻ. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം വീട് വിറ്റ് പോകാന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഫ്ലാറ്റൊക്കെ വിറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതായത് സമ്പത്തുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളെയും നമുക്ക് മണി റേക്കി വെച്ചിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും. ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഇപ്പം ഏറ്റവും കൂടുതൽ കാണുന്ന ഒന്നാണ് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് എന്ന് പറയുന്നത്. 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, വിവാഹം കഴിച്ചതിന് ശേഷം ഡിവോഴ്സ് ആയി പോകുന്നു. നിരന്തരമായി ഡിവോഴ്സുകൾ വരുന്നു. ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല. പ്രണയം പരാജയപ്പെടുന്നു, ചതിക്കപ്പെടുന്നു. ഒരുപാട് വിഷയങ്ങളാണ് റിലേഷൻഷിപ്പുകൾ. ഇനി പ്രണയമോ നമ്മുടെ ഭാര്യാഭർത്തൃ ബന്ധമോ അല്ലാതെ തന്നെ നോർമലി ഉള്ള റിലേഷൻഷിപ്പുകളുണ്ടല്ലോ, സൗഹൃദങ്ങൾ, അതിൽ പോലും മനുഷ്യന്
ഭയങ്കര പ്രയാസങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മയും മകനും തമ്മിലുള്ള ബന്ധം, അച്ഛനും മകനും തമ്മിലുള്ള ഈ കുടുംബ കലഹങ്ങൾ, ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഇതിലൊരു പരിധി വരെ എന്താണ്, സ്ത്രീയോ പുരുഷനോ അവർക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെയാണ് പോകുന്നതെങ്കിൽ അത് അവർ ഡിവോഴ്സ് ചെയ്ത് പോകുന്നത് തന്നെയാണ് നല്ലത്. അതിലൊരു സംശയവും നമുക്കില്ല. പക്ഷെ അല്ലാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പം റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് വരുന്നു, കാര്യങ്ങൾ വരുന്നു. അത്തരം കാര്യങ്ങളിൽ അതിൻ്റെ യഥാർത്ഥ ഇഷ്യൂ മനസ്സിലാക്കിയിട്ട് അവരുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ നമുക്കതിനെ കൃത്യമായി അവർക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ നമുക്ക് കഴിയുമോ? പറ്റും. എനിക്ക് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ളത് റിലേഷൻഷിപ്പ് ഹീലിംഗാ. ഓ, എന്തുകൊണ്ടാണെന്നറിയോ? അത് സാധാരണ ഇല്ല. ഇപ്പം അമ്മയും മകനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. സഹോദരങ്ങൾ തമ്മിൽ, എനിക്കൊരു കേസ് വന്നത്, ഏട്ടനും അനിയത്തിയും, ചെറിയ മോളാണ്, അവള് 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്, ചേട്ടൻ +2 ഉണ്ട്. ഇവര് തമ്മിൽ ഭയങ്കര അടി എന്ന് പറഞ്ഞാൽ സാധാരണ കുട്ടിക്കാലത്ത് നമ്മളെല്ലാവരും അടി കഴിയും. ഇവരുടെ അടി എന്ന് വെച്ചാൽ കത്തിയും കൊടുവാളൊക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അതൊരമ്മയ്ക്ക് കണ്ടു നിൽക്കുന്നതിനൊരു ലിമിറ്റേഷൻസ് ഇല്ലേ? കത്തി എടുത്തെറിയ, ഇങ്ങനെ അത്രയും ഇവര് തമ്മിൽ കാണുമ്പോൾ തന്നെ ഭയങ്കര വൈരാഗ്യം. അപ്പൊ ആദ്യമൊന്നും കുട്ടിക്ക് പ്രശ്നമില്ല. കുട്ടി പീരീഡ്സ് ആയതിനു ശേഷം ഇവൻ പറഞ്ഞു, നീ ഇപ്പൊ വലിയ കുട്ടി, നീ കളിക്കാൻ പോണ്ട, നീ ആരടുത്ത് മിണ്ടാൻ പാടില്ല. ഇവന്റെ വക ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഇവക്ക് വന്നു. കുട്ടിയെ സത്യം പറഞ്ഞാൽ ഇതിനെ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. അവൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. അപ്പൊ ആ ചെറിയ പെൺകുട്ടീനെ പെട്ടെന്ന് പിടിച്ചു വെച്ചപ്പോൾ ഇവക്ക് ഭയങ്കര വെറുപ്പായി ഇവനോട്. ആ വെറുപ്പ് കൊല്ലണം എന്നുള്ള തരത്തിലെത്തി. അതായത് പ്ലാൻ ചെയ്യുക, 12 വയസ്സുള്ള പെൺകുട്ടി സ്വന്തം ചേട്ടനെ എങ്ങനെയെങ്കിലും കൊന്നാ മതി എന്നുള്ള തരത്തിലേക്ക് എത്തുക. ഇവനാണെങ്കിൽ ഇവളെ അടക്കി ഭരിച്ചേ ഞാൻ പോകത്തുള്ളൂ ആറ്റിട്ടുള്ളൂ ഇവനും. അങ്ങനെ ഒരു കേസ് എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു 14 days ഹീലിംഗ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ 2 ഭയങ്കര കൂട്ടാ, ഒരു കുഴപ്പമില്ല. അതെന്താ വെച്ചാൽ അവൾക്ക് ഇന്നർ ചൈൽഡ് ഹീലിംഗാണ് ഞാൻ കൊടുത്തത്. പറയാൻ റിലേഷൻഷിപ്പ് ആണെങ്കിൽ കൂടി ഇവരുടെ റിലേഷൻഷിപ്പ് ചെയ്യണം. പക്ഷെ അവളുടെ ആ കുഞ്ഞു മനസ്സിലുണ്ടായ ആ പ്രശ്നം അതിനെ നമ്മൾ റിലീസ് ചെയ്ത് കളയണം. എന്നിട്ട് ഈ റിലേഷൻഷിപ്പും കൂടെ കൊടുക്കുമ്പോൾ അവരുടെ റിലേഷൻഷിപ്പ് ഓക്കെ, ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇപ്പൊ ചേട്ടൻ അനിയത്തി ഭയങ്കര കൂട്ടാ, നല്ല രീതിയിൽ പോകുന്നുണ്ട്. അത്തരം കേസുകൾ നമുക്ക് പ്രശ്നമില്ല. അതുപോലെ മദർ ഇൻ ലോയും പിന്നെ ഡോട്ടർ ഇൻ ലോയും, മരുമകളും അമ്മായിയമ്മയും എപ്പോഴും ഉള്ള പ്രശ്നമാണ്. ഇതിനെ നമുക്ക് അതെ, ഇതിനെയൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ എൻ്റെ അടുത്ത് വന്നതിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നുന്നത് വിട്ടുപോയ പ്രണയം, അതായത് ബ്രേക്കപ്പായി പോയി, 2 വർഷമായി, 6 വർഷമായി, ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? ഞാൻ പറയാം, അവര് ചിലപ്പോ വേറെ ആളുമായിട്ട് റിലേഷൻഷിപ്പായിട്ട് അവര് സുഖമായിട്ട് പോകുന്നുണ്ടാവും. നിങ്ങളാണ് ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കണത്. അതിന്റെ ആവശ്യമില്ല. കാരണം ഏതോ ഒരു കാര്യം, എന്തോ ഒരു ലെസൺ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ സോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അത് കിട്ടി, അത് മനസ്സിലാക്കുക, അവരെ വിടുക. ഇവര് വിടില്ല. നമ്മൾ ഈ പറയുന്ന കാര്യത്തെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യമാണല്ലോ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സോളിന് അത്രയും മെച്യൂരിറ്റി ഉണ്ടാവും. ഞാൻ പറഞ്ഞ കാര്യത്തെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും ഇവർക്ക്. ഇവര് സമ്മതിക്കില്ല, ഇവര് വിട്ടുതരില്ല. ചുമ്മാ പൈസ തന്നിട്ട് ഹീൽ ചെയ്യണമെന്ന് പറയും, നിർബന്ധിക്കും നമ്മളെ. ഇത് വരില്ല, ഇത് ഓൾറെഡി കഴിഞ്ഞ കർമ്മയാണ്. അതുപോലെ ചെറുത് ഞാൻ എടുക്കില്ല, കാരണം എനിക്കറിയാൻ നടക്കില്ല, അത് എന്തിനാ വെറുതെ. അതുപോലെ വളരെ റെയറായിട്ടൊരു ചേട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ട്, ഡിവോഴ്സായി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഗൾഫിലാണ്, ചേച്ചി നാട്ടിലാണ്, 2 കുട്ടികളുണ്ട്, 6 വയസ്സും 12 വയസ്സുള്ള കുട്ടി. ആകെ വിവാഹം കഴിഞ്ഞിട്ട് 13 വർഷമേ ആയിട്ടുള്ളൂ. ഇവര് പറയുന്നുണ്ട്, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടെ അമ്മയായിട്ട് പൊരുത്തപ്പെട്ടു പോയി. പുള്ളിക്കാരൻ ഗൾഫിൽ തന്നെയാണ്. എപ്പോഴും വിളിച്ച് സങ്കടം പറയുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസം അതിനൊന്ന് മൈൻഡ് ചെയ്യണമായിരുന്നു. പുള്ളി അത്ര കാര്യമൊക്കെ ഇട്ടില്ല. അപ്പോൾ ഒരു ദിവസം പുള്ളിക്കാരത്തി കരഞ്ഞുകൊണ്ട് വന്ന്, ഞാൻ നിങ്ങൾ ഒഴിവാക്കാൻ പോവുക, എനിക്കിനി പറ്റില്ല. നീ കൊണ്ടേ കാണിക്കുന്നു, അങ്ങനെ പറഞ്ഞു. ആളെന്നെ എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞു, നീ കൊണ്ടേ കാണിക്കുക. ഇവള് പോയി കേസ് കൊടുത്തു, ഡിവോഴ്സായിട്ട് 6 വർഷമായി. മൂത്ത കുട്ടിക്ക് ഇപ്പൊ 12 വയസ്സുണ്ട്, ഇളയ കുഞ്ഞിന് 6. ഇയാൾ എന്നെ വിളിച്ച് പറയണെന്തറിയാം, എനിക്ക് ഇതുങ്ങളെ നോക്കാൻ പറ്റണില്ല, എനിക്ക് കുട്ടികളെ നോക്കാൻ പറ്റണില്ല, അവളൊന്ന് തിരിച്ചു വരണം. ഞാൻ പറഞ്ഞ എങ്ങനെ കൊണ്ടുവരാനാ? അത് ഡിവോഴ്സായി, അത് പോയി. ഏറ്റവും രസകരമായ കാര്യം, ആ ചേച്ചി വേറെ കല്യാണം കഴിച്ചു. അല്ല, അവരത്രയും അനുഭവിച്ചിട്ടായിരിക്കില്ല അത് ചെയ്തത്. അവര് വേറെ കല്യാണം കഴിച്ചു. എനിക്ക് ഇനിയിപ്പോ ആ കഴിഞ്ഞ കല്യാണത്തെ പൊട്ടിച്ചിട്ട് ഈ ചേട്ടന്റെ അടുത്ത് എത്തിക്കാൻ പറ്റുമോ? ഇല്ല, അയാളായിട്ടുള്ള കർമ്മ കഴിഞ്ഞു. അല്ലെങ്കിൽ അയാളുടെ അശ്രദ്ധ തന്നെയാണ്. അയാളുടെ യോഗമായിരിക്കും ഈ 2 കുഞ്ഞുങ്ങളെ ഒറ്റക്ക് വളർത്തി വലുതാക്കുക എന്നുള്ളത്. അയാളുടെ അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ അയാൾ ശ്രദ്ധിച്ചില്ല. എന്നിട്ട് എൻ്റെ അടുത്ത് ലാസ്റ്റ് പറയുന്നുണ്ട്, എൻ്റെ മക്കളെ നോക്കാൻ അമ്മ വരെ വരുന്നില്ല ഇപ്പം. അങ്ങനത്തെ കേസ് ഞാൻ ഇത്തിരി വഴക്കും കൂടെ പറയൂട്ടോ. അതായത് ഈ മരിച്ചു കഴിഞ്ഞിട്ട് വായിൽ അരിയിട്ട് കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അല്ലേ?
സ്നേഹിക്കേണ്ടപ്പോൾ സ്നേഹിക്കണം. നിൽക്കേണ്ട സമയത്ത് അത് സ്നേഹം എന്നല്ല, ഏത് കാര്യമാണെങ്കിലും ആ ആവശ്യമുള്ള സമയത്ത് കിട്ടണം. ആവശ്യമുള്ള സമയത്ത് കിട്ടാണ്ട് ഇപ്പൊ വിശന്നിരിക്കുന്നവന്റെ മുമ്പിൽ വേണം ഭക്ഷണം കൊടുക്കാൻ. ഫുള്ള് വയറ് നിറഞ്ഞിരിക്കുന്ന മുമ്പിൽ കൊണ്ടുപോയിട്ട് ബിരിയാണി വെച്ചാൽ അവന് കഴിക്കാൻ പറ്റത്തൊന്നുമില്ല. വിശക്കുന്നവനൊരു കഞ്ഞി കൊടുത്താൽ അവനത് അമൃത അല്ലേ? അത് ആരും മനസ്സിലാക്കില്ല. ഈ റിലേഷൻഷിപ്പിൽ എനിക്ക് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നത് ഈ വിട്ടുപോയ ആൾക്കാരെ ഇവർ തിരിച്ചു കൂട്ടിക്കൊണ്ടുവരാൻ വരും. അപ്പൊ ഞാൻ അത് ഒഴിവാക്ക് എന്ന് പറഞ്ഞാലും നിൽക്കില്ല.